സു ഫ്രം സോ അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു പേരുള്ള സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ പേര് പോലെ തന്നെ തലതിരിഞ്ഞ ഒരു പടം തന്നെയാണിത്. ഇതിൽ ഒരു പ്രേതം, പിന്നെ കുറേ മണ്ടന്മാരായ ജനങ്ങൾ, പിന്നെ കുറേ അലവലാതി കഥാപാത്രങ്ങൾ, കഷണ്ടി തലയൊക്കെ ആയിട്ട് പ്രായമായ കുറേ കഥാപാത്രങ്ങൾ, അവരൊക്കെയാണ് ഇതിൽ ഹീറോക്കളെ പോലെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്, എല്ലാ ഹീറോക്കളാണെന്ന് പറയാം. മിക്കവരും പ്രായം ചെന്ന ആൾക്കാരാണ്. പിന്നെ അല്ലാതെ വേറെയും ചിലരുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഈ സിനിമയുടെ കഥ എഴുതി അതേപോലെ ഡയറക്റ്റ് ചെയ്ത് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും ചെയ്തിരിക്കുന്നത് JP തുമിനാട് എന്നൊരു നടനാണ്. അശോകൻ എന്ന കഥാപാത്രത്തെയാണ് പുള്ളി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഹീറോ എന്ന് പറയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പോൾ ജനങ്ങൾ തന്നെ ഒരു നേതൃത്വത്തിൽ ഈ സിനിമയിൽ വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, അത് രവിയണ്ണനാണ്. ആ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ഷനീൽ ഗൗതമാണ്. അപ്പോൾ ഈ സിനിമയിലെ ആ പ്രേതം, അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ആ പേടിയുടെ ഒരു റിയാക്ഷൻ, ആ ഒരു റിയാക്ഷനിൽ ചിരി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന മാറ്റർ. അതായത് ഈ സിനിമ ഫുള്ളായിട്ടും ഒരു കോമഡി മൂവിയാണ്, ഹൊറർ മൂവി അല്ല, കോമഡി മൂവിയാണ്. പക്ഷേ ഇതിലൊരു പ്രേതമുണ്ട്. ആ പ്രേതം എന്താണ് അവസ്ഥ എന്നൊക്കെ സിനിമ കണ്ടവർക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കഥയിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രേതവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളിലൂടെ ആ ഭയത്തിൻ്റെ റിയാക്ഷൻ കാണിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ചിരി വരുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇങ്ങനെയൊരു പടം, ഇങ്ങനെയൊരു മണ്ടൻ തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട് കേട്ടോ. പ്രേതത്തെ സംബന്ധിച്ച് ഒരു കഥ പറയുമ്പോൾ, അതേപോലെ പ്രേതം അവിടെ ഉണ്ട്, ആ പ്രേതത്തിൻ്റെ മുമ്പിലേക്ക് കുറേ പേര് എത്തുമ്പോൾ അവർ പേടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ അഭിനയം, അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ നാട്ടിൽ പറഞ്ഞു നടക്കുന്നത്, അതൊക്കെ തന്നെ ചിരിക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതൊക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ചിരിക്കാനുണ്ട്, ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ കോമഡികൾ കണ്ടാൽ ചിരി വരുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് കണ്ടവർ പറയുക, അത്രയേ ഉള്ളൂ. എനിക്കെന്തായാലും കുറേ ചിരി വന്നു. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് കരുണാകര ഗുരുജി എന്നൊരു കഥാപാത്രത്തെ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്ബി ഷെട്ടി വന്നിട്ടുണ്ട്. പുള്ളി ഇതേപോലെ ചിരിപ്പിക്കുക തന്നെയാണ്, ഗുരുജിയായിട്ട് പ്രേതത്തെ ഓട്ടാനും കാര്യങ്ങൾക്കൊക്കെ. പുള്ളിക്ക് ചൂരൽ കൊണ്ട് ഒരു അടി കിട്ടുന്നൊരു സീനുണ്ട്. അപ്പോൾ പുള്ളി ആ അടി വാങ്ങിയിട്ട് വാതിലടച്ചിട്ട് പുറത്ത് വന്നിട്ട് ആ അടി കിട്ടിയതിനുള്ള ഒരു റിയാക്ഷൻ കാണിക്കില്ലേ, അത് മറ്റാരും കാണാനും പാടില്ല. അങ്ങനത്തെ ഒരു റിയാക്ഷൻ പുള്ളി കാണിക്കുന്നുണ്ട്. തിയേറ്റർ ഒന്നടങ്കം ചിരിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ചിരിച്ചു. അതിന് ശേഷം പുള്ളിയുടെ ആ കഥാപാത്രത്തെ കാണുമ്പോഴൊക്കെ തന്നെ ചിരി വരികയാണ്. രാജ്ബി ഷെട്ടി പറഞ്ഞ ഒരു സൈക്കോ ആയിട്ട്, അതേപോലെ നല്ല കഥാപാത്രം കൊണ്ടൽ സിനിമയിലുണ്ട്, അതേപോലെ നമ്മുടെ മമ്മൂക്കയുടെ ടർബോയിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സിനിമ വന്നിരുന്നു ഈ അടുത്ത്, ആ സിനിമകളിലൊക്കെ തന്നെ പുള്ളി ഉണ്ട്. അപ്പോൾ നല്ലൊരു നടനാണ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളി ഫുള്ളായിട്ടും കോമഡി പീസായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചിരിക്കാൻ പുള്ളിയും കുറേ ചിരിപ്പിച്ചു. അപ്പോൾ ചിരിക്കാനുണ്ട്. പക്ഷേ ചിരി മാത്രമാണോ എന്ന് പറഞ്ഞാൽ ചിരിയിൽ നിന്ന് അങ്ങനെ പോയിട്ട് ഇത് വേറൊരു കഥയിലേക്ക് എത്തുകയാണ്, ഒരു സീരിയസ് ആയ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ സീരിയസ് ആയ കാര്യത്തിൽ എത്തിയതിന് ശേഷം ആ ഒരു കാര്യത്തിൽ പ്രേതവും അതേപോലെ ഇതിലെ ജനങ്ങളും എല്ലാം പാടെ ആയിട്ട് ഒരു ക്ലൈമാക്സും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥ നന്നായി വന്നിട്ടുണ്ട്. ഇടയിൽ കൂടെ കയറിക്കൊണ്ടുവന്നൊരു കഥയാണത്. അപ്പോൾ അത് പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രേതം ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ പോലെയൊക്കെ അങ്ങനെ പോയിട്ട് അവസാനം അതിന് നല്ലൊരു തീരുമാനമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു അളിയൻ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പുള്ളിയും ഇതേപോലെ ഒരു പ്രായമായ ഒരാൾ തന്നെയാണ്. അളിയൻ വരുമ്പോൾ തന്നെ അളിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര BGM ഒക്കെ കൊടുത്തിട്ട് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. അതും ഫുള്ളും കോമഡിയാണ്. കോമഡിക്ക് പോലും ഇവർ ഭയങ്കരമായ മ്യൂസിക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചിരിക്കാൻ കുറേ ഉണ്ട്. പിന്നെ ഒരു മാറ്റർ, ഒരു കഥയും ഇതിലുണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. പക്ഷേ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോമഡികൾക്ക് ഇതിലെന്തായാലും കയറിക്കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കില്ല കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. ഏതെങ്കിലും ഒരു കോമഡിക്കെങ്കിലും ചിരി വരും.
ഞാൻ എന്തായാലും കുറേ ചിരിച്ചു. ഇനി കുറച്ച് ചിരിക്കുന്നവരും ഉണ്ടാവും, കുറേ ചിരിക്കുന്നവരും ഉണ്ടാവും. എന്തായാലും ചിരിക്കാം ഈ സിനിമയ്ക്ക് കയറിക്കഴിഞ്ഞാൽ. അതേസമയം എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്.